മരിക്കുന്നതിന് മുമ്പ് ഇന്നിവിടെ ഒരുമിച്ചുകൂടെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, എന്റെ പ്രിയപ്പെട്ട ഉപ്പമാരെ ഉമ്മമാരെ, മരിക്കാൻ തയ്യാറായിട്ടല്ലാതെ ഇവിടെ ഇരിക്കാൻ പാടില്ല. പടച്ചോനെ, എപ്പോഴാണ്, ഏത് സമയത്താണ്, ഏത് സെക്കൻഡിലാണ് അസ്രായീൽ വരിക? ഏത് സെക്കൻഡിൽ വന്നാലും ഇവിടെ നിന്ന് പിരിഞ്ഞു പോകാം. ഞാൻ തയ്യാറാണ് അല്ലാ. ആയിരക്കണക്കാന് സീരിയലുകളുടെ മുമ്പിൽ ഇരുന്നുകൊണ്ട് സീരിയലുകൾ കാണുമ്പോ എന്റെ പെങ്ങന്മാരെ മറന്നു പോയില്ലേ? പടച്ചോനെ മറന്നു പോയില്ലേ? അസ്രായീലിനെ മറന്നു പോയില്ലേ? അതുകൊണ്ട് വേണ്ട പെങ്ങളെ, മരണത്തെക്കുറിച്ച് ഓർമ്മയുള്ള ഒരു പെണ്ണ്, മരണത്തെക്കുറിച്ച് ഓർമ്മയുള്ള ഒരു പുരുഷൻ, ഏത് സീരിയൽ വന്നാലും, ഏത് പടങ്ങൾ വന്നാലും, ഏതൊക്കെ കാര്യങ്ങൾ വന്നാലും, ഏത് കല്യാണം കടന്നു വന്നാലും നമസ്കാരം മുടക്കാതെ പടച്ചവനെ കുറിച്ച് ഓർക്കാതിരിക്കുകയില്ല. അള്ളാന്റെ മുമ്പിലേക്ക് അവൻ കടന്നു പോകും. എന്തുകൊണ്ടാണ് നമുക്ക് നമസ്കാരം പിന്തിക്കുന്നത്? എന്തുകൊണ്ടാ നമസ്കാരം ഖളാ ആകുന്നു എന്നറിയോ? എന്റെയും നിങ്ങളുടെയും റൂഹ് പിടിക്കാൻ കടന്നു വരുന്ന മലക്കുൽ മൗത്തിനെ മറന്നില്ല പെങ്ങളെ. അതുകൊണ്ട് അതിനു വേണ്ടിയുള്ള ഒരുക്കങ്ങളാണ് ദുനിയാവിൽ വെച്ചുകൊണ്ട് ചെയ്യേണ്ടുന്നത്. മാനു ഉസ്താദ് എല്ലാവരെയും വിളിച്ചു കൂട്ടിയില്ലേ? വീട്ടിൽ നിന്നും ഇറങ്ങി തിരിച്ചപ്പോ പ്രിയപ്പെട്ട ഭാര്യ വിളിച്ചിട്ട് പറഞ്ഞു, പെണ്ണേ പെണ്ണേ, എനിക്കൊരു തോറത്തമുണ്ട് വേണമെന്ന് പറഞ്ഞുകൊണ്ട് പതിവിന് വിപരീതമായി കൊണ്ടിറങ്ങി തിരിച്ച് ബഹുമാനപ്പെട്ട മാനു ഉസ്താദില്ലേ, കണ്ണീർ തുള്ളികൾ എന്നുടെ കവിളിൽ പാടുകൾ തീർത്തല്ലോ, കരയും മിഴിനയിൽ ചുടുനീര് പകർന്നല്ലോ, കരളിൽ ഇടിമുഴങ്ങുന്ന പ്രതീതിയിൽ വാർത്ത പരന്നല്ലോ, കരുണാ സാഗരം കേട്ടി ഉസ്താദങ്ങ് പിരിഞ്ഞല്ലോ, മനസ്സിനോ വേദനയായി മന്ദാര പൂവകൾ പോയി, മായാത്ത വേദന തന്നൊരു പൂവിതൽ പോയല്ലോ, കണ്ണീർ തുള്ളികൾ എന്നുടെ കവിളിൽ പാടുകൾ തീർത്തല്ലോ, കരയും മിഴിനയിൽ ചുടുനീര് പകർന്നല്ലോ. ആയിരക്കണക്കാന് പതിനായിരക്കണക്കാന് ആളുകളെ, ആലിമീങ്ങളെ, സാധാരണക്കാരെ, മുത്തല്ലിമകളെ കടപ്പുറത്ത് ഒരുമിച്ച് കൂട്ടിയിട്ട് ഉറക്കെ അവിടുന്ന് ഷഹാദത്ത് കലിമ ചൊല്ലി മരിക്കാ ആയിരങ്ങളെ സാക്ഷി നിർത്തിയിട്ട് ഇറങ്ങി തിരിച്ച മഹാനാ ബഹുമാനപ്പെട്ട കെ.ടി. മാനു ഉസ്താദ് നവ്വറല്ലാഹു മർക്കദാ. ഇവിടെ ഇരിക്കുന്ന പ്രിയപ്പെട്ടവരെ, എത്ര ദുആയാ കിട്ടിയത്, എത്ര പ്രാർത്ഥനയാ കിട്ടിയത്, എത്ര യാസീനാ കിട്ടിയത്, എത്ര മുഅവ്വദത്തൈനിയാ കിട്ടിയത്, എത്ര ഇഖ്ലാസാ കിട്ടിയത്. എല്ലാ കടങ്ങളും മാറ്റിവെച്ചു. ആർക്കെങ്കിലും കൊടുക്കാൻ ബാക്കിയുണ്ടെങ്കിൽ അതിന്റെ അർഹതപ്പെട്ടവരെ വിളിച്ചു വരുത്തിയിട്ട് പറഞ്ഞു, മോനെ ഇന്നതുപോലെ ഇന്ന സ്ഥാപനത്തിന്റെ ഇന്ന കണക്ക് ഒന്നുപോലും മാറ്റിവെക്കാതെ വിട പറഞ്ഞു പോയ നമ്മുടെ ഖൽബിന്റെ മുത്തേ മാനു ഉസ്താദ്. മറക്കല്ലേ പ്രിയപ്പെട്ടവരെ, ഇവിടെ സംഘടനയല്ല ഈ പറയുന്നത്, അള്ളാഹുവിനെ കുറിച്ച് പേടിച്ചുകൊണ്ട് ജീവിച്ചു പോയ പണ്ഡിതവരേണ്യന്മാരുടെ കഥയാണ് പറയുന്നത്. ഇവരൊക്കെ മരണം വരുന്നതിന് മുമ്പ്, അസ്രായീൽ കടന്നു വരുന്നതിന് മുമ്പ് ഒരുങ്ങിയിരുന്നല്ലോ. നമ്മളെത്ര ഒരുങ്ങി? എവിടെ ഒരുങ്ങി? വല്ലപ്പോഴും ഒന്ന് വാള് വെക്കുമ്പോൾ മാത്രം ഒന്ന് വന്നിട്ട് വാള് കേട്ടിട്ട് പോകുന്ന ഒരു കാര്യമില്ല. വാളിപ്പം ഒരു കുഴപ്പമില്ല, വാളിനൊരു പഞ്ഞമില്ല. എല്ലാ സമയത്തും വാളാൻ അല്ലെ, എവിടെ നോക്കിയാലും വാള, ഏത് സ്ഥലത്ത് നോക്കിയാലും വാള. പക്ഷെ നന്നാവണ സ്വഭാവം മാത്രം നമുക്കില്ല. അതുകൊണ്ടാണ് പറഞ്ഞെന്റെ പ്രിയപ്പെട്ടവരെ, ഒരുപാട് വിശദീകരിക്കേണ്ടുന്ന വിഷയമാണ്. അതുകൊണ്ട് മരണം വരുമല്ലോ, ഏത് സമയത്ത് വന്നാലും ഉറക്കെ ലാ ഇലാഹ ഇല്ലല്ലാഹ്, വിശുദ്ധമാക്കപ്പെട്ട കലിമത്ത് തൗഹീദ് നിന്റെ ഉപ്പാന്റെ മുമ്പിൽ
വെച്ച്, നിന്റെ ഉമ്മാന്റെ മുമ്പിൽ വെച്ച്, നിന്റെ കൂടപ്പിറപ്പുകളുടെ മുമ്പിൽ വെച്ചുകൊണ്ട് ചൊല്ലിയിട്ട് മരിക്കാ. അതിന് വേണ്ടിയുള്ള ഒരുക്കമാ ദുനിയാവിൽ വെച്ചുകൊണ്ട് ചെയ്യേണ്ടുന്നത്. ഇന്ന് നമ്മൾ എത്രയോ മരിപ്പ് കണ്ടവരാ, എത്രയോ ആളുകളുടെ ജനാസ കണ്ടവരാ, എത്രയോ ഉസ്താദുമാരുടെ സാധാരണക്കാരുടെ ഈ ലോകത്തുനിന്ന് വിട പറഞ്ഞു പോകുന്ന ആയിരക്കണക്കാന് ആളുകളുടെ ജനാസയ്ക്ക് സാക്ഷ്യം വഹിച്ചവരാ. എന്നാൽ എന്റെ പ്രിയപ്പെട്ട, എന്റെ മുമ്പിൽ ഒരുമിച്ചുകൂടി എന്റെ പ്രിയപ്പെട്ട ഉപ്പമാരെ, ഏതെങ്കിലും ഒരാൾ ഉറക്കെ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലുന്നത് കണ്ടോ? വിരലില്ലെന്നാവുന്ന ചുരുക്കം ആളുകളാണ്. ആർക്കാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ് ഉറക്കെ ചൊല്ലാൻ സൗഭാഗ്യം ലഭിച്ചത്? എപ്പോഴും ജീവിക്കുന്നു, ഏത് സെക്കൻഡിൽ കടന്നു വരുന്നു. അല്ലാഹുവിന്റെ പള്ളിയിലേക്ക് വരുമ്പോ, അവന്റെ പ്രിയപ്പെട്ട മക്കളോടൊപ്പം ഇരിക്കുമ്പോ, അവന്റെ കൂട്ടുകാരോടൊപ്പം ഇരിക്കുമ്പോ, അവന്റെ സഹോദരങ്ങളോടൊപ്പം ഇരിക്കുമ്പോ, മരണത്തെക്കുറിച്ച് ഓർക്കുന്നവനേക്കാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലാൻ പറ്റുക. എന്റെ ചെറുപ്പക്കാരാ, ഈ ദുനിയാവിന്റെ സുഖലോലുപതയുടെ ഭിന്നാപരങ്ങളിലൂടെ ആഡംബരത്തിന്റെ ആഭാസരത്തിന്റെ പാശ്ചാത്യത്തിന്റെ പച്ച പരിഷ്കാരത്തിന്റെ പരദീസയിലേക്ക് മുന്നോട്ട് ഗമിച്ചുകൊണ്ടിരിക്കുമ്പോ, എന്റെ പൊന്നുമോനെ, പൊന്നുമോനെ, കള്ളു കൊടുച്ചുകൊണ്ട്, ചൂത് കളിച്ചുകൊണ്ട്, അനാചാരത്തിന്റെ പിന്നാമ്പറങ്ങളിലൂടെ കാലിന്റെ ചുവടുകൾ മുന്നോട്ട് വലിച്ചു വെക്കുമ്പോ, എന്റെ യുവത്വമേ, യുവത്വമേ, അല്ലാഹുവേ, ഈ സെക്കൻഡിലെങ്ങാണം വിട പറഞ്ഞു പോയാ, ഇവിടെ വെച്ചുകൊണ്ട് ഫാത്തായി പോയാ, അല്ലാഹുവേ രക്ഷയില്ലല്ലോ. അസ്റായീൽ വന്നുകൊണ്ട് റൂഹിനെ പിടിക്കുമ്പോ എനിക്ക് രക്ഷപ്പെടാൻ പറ്റൂല, അല്ലാ, രക്ഷപ്പെടാൻ പറ്റൂല. അതുകൊണ്ട് ഇന്ന് ഇൻഷാ അല്ലാഹ് ഇവിടത്തെ വാള് കഴിഞ്ഞിട്ട് പിരിഞ്ഞു പോകുമ്പോ എന്റെ ചെറുപ്പക്കാരുടെ മനസ്സിൽ ഓർമ്മ വരണേ, അല്ലാഹുവേ, കള്ളുകൂടെ മാറ്റുകയാ, ശമ്പ് വെക്കില്ല അല്ലാ, പാമ്പുരാക്ക് വെക്കില്ല അല്ലാ, ചൂത് കളിക്കില്ല അല്ലാ, മാറ്റിവെച്ചുറപ്പേ, മുഴുവനും മാറ്റിവെച്ചുറപ്പേ. അതിന് വേണ്ടി ഒരുങ്ങണം. മരിക്കുമ്പോ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലണോ. ബഹുമാനപ്പെട്ട ശംസുൽ ഉലമാ, സൂര്യനെ പോലെ പ്രകാശിക്കുന്ന മുഖത്തിന്റെ ഉടമസ്ഥനെ, 1000 10,000 ഒരുപാട് മുതല്ലിമുകളെ ലോകത്തിന് സമ്മാനിച്ച ബഹുമാനപ്പെട്ട ശംസുൽ ഉലമാ നവറല്ലാഹു മർക്കദ ഫാത്തിമ ഹോസ്പിറ്റലിന്റെ ഉള്ളിൽ കിടക്കുകയാണ്. അതാ തസ്ബീഹ് മാല ഇങ്ങനെ ചൊല്ലിക്കൊണ്ടിരിക്കുമ്പോഴാ അല്ലാഹുവിന്റെ പള്ളികളുടെ മിനാരങ്ങളിൽ കൂടിയിട്ട് അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, ശംസുൽ ഉലമാ നവ്വറല്ലാഹു മർക്കദ കിടക്കുന്ന കട്ടിലിൽ കിടന്നുകൊണ്ട് അല്ലാഹു അക്ബർ എന്നുറക്കെ പറയാ. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്. ശംസുൽ ഉലമ ചൊല്ലുകയാ, അഷ്ഹദു അന്ന മുഹമ്മദൻ ചൊല്ലുകയാ, ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. ഇതെല്ലാം ചൊല്ലിയിട്ട് അവസാനം പള്ളികളുടെ മിനാരങ്ങളിൽ കൂടി അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, ബാങ്കിന്റെ ധ്വനിയതാ മുഴങ്ങി കേൾക്കുകയാണ്. ബഹുമാനപ്പെട്ട ശംസുൽ ഉലമാ നവ്വറല്ലാഹു മർക്കദ ഉറക്കെ അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. അവസാനത്തെ കലിമയതാ ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ്. ശംസുൽ ഉലമ ഉറക്കെ ചൊല്ലുകയോ, ഇവരൊക്കെ ലോകത്തുനിന്ന് വിട പറഞ്ഞു പോയപ്പോ